ഇത്രയും ഫുൾ റിസ്കില് ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ എന്താവുമെന്ന് ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യ കൊണ്ടിട്ട് എന്നോട് നിൽക്കാതെ വീട്ടിന് ടൂർ പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഇവർ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിന്റെ കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിന്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുന്നത് ഓൾറെഡി പോകുമല്ലോ. ഇപ്പൊ 2 ദിവസം മുമ്പ് പോയാൽ നിങ്ങൾ കുഴപ്പമിരിക്കുന്നു. ഇല്ല, 2 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ നിവിനോട് പറഞ്ഞു, നിവിനെ ഇപ്പം നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാതിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോ ഞാനും കാണത്തില്ല. അപ്പോ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മേളിലാണ്. ഒരു 90% സിനിമകൾ, അതായത് 95% സിനിമകളും മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിന്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമലു ഇപ്പോ 4 കോടി രൂപ ഷെയർ വന്നപ്പം ഇപ്പൊ തമിഴായിക്കോട്ടെ തെലുങ്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇതും ഇപ്പൊ നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയേക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പൊ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിയൻസെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ആളുകൾ സ്പെൻഡിങ് മൂഡിലാണ്, ചെലവഴിക്കാനുള്ള കാര്യം. ഇവൻ തന്നെ പറഞ്ഞത് നമ്മുടെ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് അകത്ത് AC-യിലാണെങ്കിൽ മുന്നിരുന്നോണ്ട് പുറത്തേക്ക് വിചാരിച്ച് സിനിമ കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂട്ടിയത്. 2:30 തീർക്കാവുന്നതാണ്.